ദശകം 9 ശ്ലോകം 8. ലഭസ്വഭുവനത്രയീരജനദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖിലസാധനീമയിജ ഭക്തിരത്യുത്കടേത്യുദീരഗിരമാദദാ മുദിതചേതസം വേധസം. പദങ്ങളെ പിരിക്കാം. ലഭസ്വ ഭുവന ത്രയീ രചന ദക്ഷതാം അക്ഷതാം. ലഭസ്വ ഭുവന ത്രയീ രചന ദക്ഷതാമക്ഷതാം. ഗൃഹാണ മത് അനുഗ്രഹം കുരു തപഃ ച തപശ്ച തപഃ ച തപശ്ച ഭൂയഃ വിധേ ഭൂയോ വിധേ. ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ. ഭവതു അഖില. ഭവതു പ്ലസ് അഖില, അതാണ് ഭവത്വഖില. സാധനീ മയി ച ഭക്തിഃ അത്യുത്കടാ ഇതി. ഭക്തിരത്യുത്കടേതി, അതാണ് അവിടെ നമ്മൾ ആ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ പുസ്തകത്തിൽ ഭക്തിരത്യുത്കടേ എന്ന് പറഞ്ഞിട്ട് ഒരു വര ഇട്ടിട്ടുണ്ട്. വര കഴിഞ്ഞിട്ട് ത്യുദീര എന്നാണ് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത്, ത്യുദീര. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ചെടുക്കണം. ഭക്തിരത്യുത്കടേ ത്യുദീര. അപ്പോൾ അത് പിരിക്കുമ്പം അത്യുത്കട ഇതി പ്ലസ് ഉദീര്യ, അതാണ് അത്യുത്കടേത്യുദീര്യ. അത്യുത്കടേത്യുദീര്യ. ഭക്തിരത്യുത്കടേത്യുദീര്യ. ഭക്തിഃ അത്യുത്കട, അതാണ് ഭക്തിഃ. അവിടെ വിസർഗവും ആയും കൂടെ വിസർഗം കഴിഞ്ഞിട്ട് ആയാണുള്ളത്. അത് രണ്ടും കൂടെ മാറിയിട്ട് രാ കൊണ്ടാണ് ആ പദത്തിനെ ചേർത്തിരിക്കുന്നത്. ഭക്തിരത്യുത്കടേത്യുദീര്യ ഗിരം ആദധാഹ. ഗിരമാദധാ മുദിത ചേതസം വേധസം. ഉദീര്യ ഗിരം ആദധാ മുദിത ചേതസം വേധസം. ലഭസ്വഭുവനത്രയീരജനദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ. ഭവത്വഖിലസാധനീമയിജ ഭക്തിരത്യുത്കടേത്യുദീരഗിരമാദദാ മുദിതചേതസം വേധസം. ശ്ലോകം 8 അന്വയവും അർത്ഥവും. വിധേ അക്ഷതാം ഭുവനത്രയീ രചനദക്ഷതാം ലഭസ്വ. അല്ലയോ ബ്രഹ്മാവേ, ഒരു ഹാനിയും തട്ടാത്തതും ത്രൈലോക്യ സൃഷ്ടിക്കു വേണ്ടതുമായ സാമർഥ്യം താങ്കൾക്ക് ലഭിക്കുമാറാക. എന്നുവെച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് അവിടെ. ഭഗവാനോട് അനുഗ്രഹം ചോദിച്ചില്ലേ, സൃഷ്ടിക്ക് വേണ്ട അനുഗ്രഹം അതെല്ലാം എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞില്ലേ. അപ്പം വിധേ, അല്ലയോ വിധേ എന്ന് പറഞ്ഞാൽ വിധാതാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. അപ്പം അല്ലയോ ബ്രഹ്മാവേ, ഒരു ഹാനിയും തട്ടത്തിൽ നിനക്ക് ഒരു തടസ്സവും ഉണ്ടാകാത്തതുമായ ആ ത്രൈലോക്യ 3 ലോക സൃഷ്ടി. 3 ലോകം എന്ന് പറയുമ്പോൾ അതിനകത്ത് 14 ലോകങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ആ ത്രൈലോക്യ സൃഷ്ടിക്ക് വേണ്ടതായ സാമർഥ്യം താങ്കൾക്ക് ലഭിക്കുമാറാകട്ടെ. മതനുഗ്രഹം ഗൃഹാണ. അതിന് എൻ്റെ അനുഗ്രഹത്തെ കൈക്കൊണ്ടാലും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. തപഃ ച ഭൂയഃ കുരു. തപസ്സിനിയും ചെയ്യുകയും വേണം. അപ്പം നമ്മൾ എപ്പോഴും ആ തപസ്സുണ്ടെങ്കിലേ ആ കർമ്മത്തിന് ആ ഫലമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ തപസ് ചെയ്തു, കാര്യം സാധിച്ചു, പിന്നെ നമ്മൾ ആ ഭക്തിയും തപസ്സും ഒന്നും ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല. ആ തപസ് എപ്പോഴും ഉണ്ടായിരിക്കണം. തപഃ ച ഭൂയഃ കുരു. അഖില സാധനീയമായി ഏതു കാര്യത്തെയും സാധിപ്പിക്കുന്നതായ ഭക്തിഃ ച അത്യുത്കടാ ഭവതു. എങ്കിലുള്ള ഭക്തിയും അതിതീവ്രമായി താങ്കൾക്ക് നിലനിൽക്കട്ടെ. അപ്പോൾ ഭക്തി എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പം ഗിരം ഇങ്ങനെയുള്ള വാക്കുകൾ, അതാണ് ഗിരം എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം അരുളി ചെയ്തു. ഉദീര്യ അരുളി ചെയ്തു. വേദസം മുദിത ചേതസം ആദദാഹ. ഇതെല്ലാം അരുളി ചെയ്തിട്ട് അങ്ങ് ബ്രഹ്മാവിനെ
സന്തുഷ്ടമാനസനാക്കി തീർത്തു എന്നാണ് പറയുന്നത്. ലഭസ്വഭുവനത്രയീരജനദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുത്കടേത്യുദീര്യഗിരമാദദാ മുദിതചേതസം വേധസം.